ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയൂണാണ് എടുക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ സാവധാനത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ രാവിലെ അരി അടുപ്പത്തിട്ടു. നീ തോരൻ വയ്ക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി കോവയ്ക്ക ഇടാണ്. തോരൻ വയ്ക്കാനായിട്ടാണ്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കും. കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കോവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്തത് വെണ്ടയ്ക്ക വറുത്തരച്ച് കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് വറുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു പോയി. അപ്പോൾ ആ വെളിച്ചെണ്ണ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഫ്രൈ പാൻ വെച്ച് തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വറുത്ത് മാറ്റി വയ്ക്കും. വറുത്ത് തേങ്ങ നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്ത് അരച്ചെടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി ഇടേണ്ടതായിരുന്നു, ഇഞ്ചി ഇട്ടില്ല. സവാള പച്ചമുളകും ഒക്കെ വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് ഇടും. മറ്റേ തേങ്ങയിലെല്ലാം ഇട്ട് വച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്തും കുറച്ച് ഇട്ട് അത് വഴറ്റി എടുക്കുകയാണ്. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. കുറച്ച് നേരം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരടപ്പ് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിലും പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഓരോ പണി ചെയ്യണതിൻ്റെയും ഇടയിൽ പാത്രങ്ങൾ കഴുകി മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ അത് വലിയൊരു പണിയായിട്ട് മാറും. അപ്പോൾ അത് തേങ്ങ അരയ്ക്കാൻ പോവാണ്. തേങ്ങ അരച്ച് കറിയിലേക്ക് മിക്സ് ചെയ്യാം. തേങ്ങ അരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കറിയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം അരച്ചത് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്നങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കറിയും റെഡിയായി. ഉച്ചക്കലത്തേക്കുള്ള കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് പകരം ഞാൻ കുറച്ച് ചൊറുക്കയാണ് കേട്ടോ ഒഴിച്ചത്. പുളി വേണ്ടവർക്ക് പുളി ഒഴിക്കാം. ഞാൻ കുറച്ച് ചൊറുക്കയാണ് ഒഴിച്ചത്. ഇത് കോവയ്ക്ക ഉണക്കിയെടുത്തതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ ഉണക്കാനായിട്ട് വെച്ചതാണ് ഈ കോവയ്ക്ക. അന്ന് ഞാൻ ഉണക്കി കഴിഞ്ഞപ്പോൾ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 4 ദിവസം എടുത്തു കേട്ടോ ഈ കോവയ്ക്ക ഉണങ്ങാനായിട്ട്. ഇതെന്താണെന്ന് അറിയാനായിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാകും ഇതെങ്ങനെ ഉണക്കണേന്നൊക്കെ. അപ്പോൾ ഇത് കോവയ്ക്ക ഉണക്കിയത് വറുത്ത് എടുത്തതാണ് കേട്ടോ.
അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ മാങ്ങ കഴിക്കാനായിട്ടൊരാഗ്രഹം. അപ്പോൾ മാങ്ങ പറിച്ചെടുത്ത് ഉപ്പും മുളകും പുളിയും എല്ലാം ചേർത്ത് കഴിക്കാനായിട്ട് ഒരാഗ്രഹം. മാങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. പുളി അത്ര ഇഷ്ടമല്ല. പക്ഷേ മാങ്ങ കിടക്കണ കാണുമ്പോൾ കൊതിയാകണം. അപ്പോൾ മാങ്ങ പറിച്ചെടുത്ത് കഴുകി എടുക്കുകയാണ്. കഴുകി മാങ്ങ അരിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളകും എല്ലാം ചേർത്ത് എടുക്കുകയാണ്. നല്ല പുളിയും എരിവും വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. മാങ്ങ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ചോറ് എടുത്തു. വെണ്ടയ്ക്ക വറുത്തരച്ച കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടി, കോവയ്ക്ക വറുത്തത് എല്ലാം കൂട്ടി ഊണ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.